വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എനിക്ക് വയ്യ, നല്ല തലവേദനയാണ്. കുറേ നേരമായിട്ട് ഞാൻ 3-4 ദിവസമായിട്ട് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വയ്യാതിരിക്കുകയായിരുന്നു. അപ്പം ഇനിയും പോവാതിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇന്ന് പോവാണ്. അപ്പം നമുക്ക് ഇറങ്ങാം. ഇതാണ് കേട്ടോ ഉണ്ണിയുടെ പുതിയ ഡ്രസ്സ്. ഉണ്ണിയുടെ ഡ്രസ്സുകൾ എപ്പോൾ വീഡിയോയിലിട്ടാലും എല്ലാവരും പറയും നല്ല ഡ്രസ്സില്ല എന്നുള്ളത്. അപ്പം ഞാൻ അതെ ഈ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ അവൾക്ക് സ്റ്റുഡിയോന്ന് പുതിയതായിട്ട് എടുത്താണ്. അങ്ങോട്ട് നിൽക്കുമോ കുറച്ച് ബാക്കിലേക്ക്, അപ്പോഴേ കാണുള്ളൂ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഷൂ ആണ് ഇടേണ്ടത്, പക്ഷേ ഷൂ ഉള്ളതൊക്കെ നാശമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെരുപ്പായിട്ടിരിക്കണേ. പിന്നെ ഇത് ഇപ്പോൾ സ്റ്റുഡിയോന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് എടുത്തതാണ്, പോവാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ ഇട്ടു കേട്ടോ. അപ്പൊ അങ്ങനെ എന്നാ നമ്മൾക്ക് സ്കൂൾ ഷോപ്പിങ്ങിന് പോവാം. ആദ്യം നമ്മളെ ജുമാർട്ടിലാണ് പോയത് കേട്ടോ. ഉണ്ണി ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പറയണു, ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ പാലക്കാട് ജുമാർട്ടിലാണ് നമ്മൾ ആദ്യം പോയത്. അവിടുന്ന് കുറേ ബാഗൊക്കെ നോക്കി. എനിക്കിഷ്ടപ്പെട്ട കുറേ ബാഗ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടാലും ഉണ്ണിക്ക് ഇഷ്ടപ്പെടില്ല, ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെടില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ അവളല്ലേ സ്കൂളിലേക്ക് പോണത്, ഞാനല്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ബാഗൊക്കെ ഞാനാണ് അവൾക്ക് ഓരോന്ന് എടുത്തു കൊടുത്തത്. ഇപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ല കേട്ടോ. വേറൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അത് വാങ്ങിക്കണം തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതായിരുന്നു, ഈ ഒരു ബാഗായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. ഞാൻ അത് എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 2000-ൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എടുത്തോന്ന് പറഞ്ഞതാണ് ഉണ്ണിക്ക്. പിന്നെ അത് വേണ്ട, റേറ്റ് കൂടുതലാണ്, ഇതിന് പ്രൈസ് കൂടുതലാണെന്നായിട്ട് ഉണ്ണി പറയണത്. അവൾക്ക് എന്താ അവൾ അങ്ങനെ പറയും എപ്പോഴും. ഞങ്ങൾ ഇതുവരെ സ്കൂബിയുടെ ബാഗാട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വരുന്നത് 1899 ഇങ്ങോട്ടാണ് പ്രൈസ് വരുന്നത്. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് എടുത്തോളം പറഞ്ഞു, അവൾക്കത് ഇഷ്ടമായില്ല, പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികളല്ലേ സ്കൂളിൽ പോകണത് എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയുടെ ഇഷ്ടത്തിന് തന്നെ അവൾ വിട്ടു. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതും കുഴപ്പമില്ലായിരുന്നു, ഈ ഒരു ബാഗും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ണി വേണ്ടാന്ന് പറഞ്ഞു. അവസാനം ഞാൻ അവൾക്ക് സ്കൂളിലേക്കൊക്കെ ഡെയിലി ഇടാനായിട്ട് മാലയൊന്നും അവർക്ക് ഇടാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഈ ഒരു മാലയും ഇതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിന് 80 രൂപയാണ് കേട്ടോ ഉള്ളത്. അതിൽ കുറേ ക്യൂട്ടായിട്ടുള്ള മാലയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിലൊരു സ്ട്രോബെറിയുടെ ഈ ഒരു ഇതൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഇത് വാങ്ങിച്ചു. ഇത് നമ്മൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് നോക്കി. അവിടെ ആണെങ്കിൽ നല്ല ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റും ഉണ്ട് കേട്ടോ. 1000-1000-1000-ൻ്റെ ഉള്ളിലെങ്ങാണ്ടാണ് തോന്നുന്നു റേറ്റ് വരുന്നത്. ശരിക്കും ഓർമ്മയില്ല, ശരിക്കും നോക്കിയതാണ് പക്ഷെ ഓർമ്മയില്ല. ഇതൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണി ഓരോന്നിൻ്റെയും പ്രൈസ് കാണുമ്പോൾ ഉണ്ണി പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞത് മതി എന്ന് പറയും കേട്ടോ. സാധാരണ കുട്ടികളിങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, അമ്മമാരാണ് എപ്പോഴും പറയുക. ഇവിടെ അമ്മമാർ നേരെ തിരിച്ചാണ്, ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. പക്ഷെ ഉണ്ണി പറയും വില കൂടുതലാണ്, നമുക്കിത് വേണ്ടാന്ന് പറയും കേട്ടോ. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വാങ്ങിച്ചില്ല. അങ്ങനെ എനിക്കായിട്ട് കേട്ടോ, ഉണ്ണിക്കല്ല. ഈ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് നമ്മൾ ബാഗിലൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ദർശനയ്ക്ക് പോയി കേട്ടോ. എന്തായാലും മനസ്സിൽ ഇവിടുന്ന് ദർശനാന്ന് പ്ലാൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഉണ്ണി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദർശനയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും പാലക്കാട് ദർശനയിൽ തന്നെയാണ് സ്കൂൾ ഷോപ്പിംഗ് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ പോയത് ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റേറ്റ് നോക്കുമ്പോൾ കുറവായിരുന്നു, ഒരു 350-400 ആ റേഞ്ചിലുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. പക്ഷേ ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് അത് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നമ്മൾ ക്വാളിറ്റിയും കൂടെ കുറച്ച് നോക്കണമല്ലോ. വില കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം 2-3 വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലത് വാങ്ങിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ടത് എനിക്ക് ഇഷ്ടമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ണി വേണ്ട പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ലഞ്ച് ബോക്സ് എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ സ്റ്റീലിൻ്റെയാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ക്വാളിറ്റി ഉള്ള നല്ലത് നമ്മൾ അവിടെ കണ്ട പോലത്തെ വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിരിക്കും. പിന്നെ അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ
ഫുള്ള് സ്റ്റീലിൻ്റെ കവറിങ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് കണ്ടിട്ട് ഉണ്ണി പറയും ഇതിലാണ് തുതിയൊക്കെ ഇതിലായിരിക്കുമല്ലേ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ അത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ബോക്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവസാനം ബോക്സൊക്കെ നല്ല ക്യൂട്ടായത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊക്കെ തോന്നുകയാണ് ഇപ്പം ജനിച്ചാൽ മതിയായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തെല്ലാം ഐറ്റംസ് അല്ലേ, എത്ര ക്യൂട്ടായിട്ടുള്ള ഓരോ ബോക്സും ഇറേസറും അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു ഭാഗ്യം തന്നെയല്ലേ, കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ പുതിയ ബാഗും പുതിയ ബുക്കും പുതിയ ബോക്സൊക്കെ മേടിച്ച് സ്കൂളിൽ പോകാനായിട്ട് തോന്നുകയാണ്. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള ഓരോ സാധനങ്ങളാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ബോക്സിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ണിക്ക് ഇത് എടുത്ത് കൊടുത്തതാണ്, പക്ഷെ അവൾ അതിൽ ചെറിയൊരു സ്ക്രാച്ച് കണ്ടുപിടിച്ചിട്ട് വേണ്ട പറഞ്ഞു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊടുത്തതാണ്, പക്ഷേ ഇതിൻ്റെ എവിടെയോ ഒരു സ്ക്രാച്ച് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവളത് വേണ്ട പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ പൗച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമല്ലേ, ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. അങ്ങനെ ഉണ്ണി എടുക്കണത് വേറെ എന്തോ വലുതെന്തൊക്കെയോ സംഭവങ്ങൾ, ഇതൊന്നും എനിക്കിഷ്ടമായില്ല കേട്ടോ ഈ ഒരു പൗച്ചൊന്നും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതൊന്നല്ല ഉണ്ണി എടുത്തത്, ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ണി എടുത്തു. പക്ഷെ എന്നാലും അവൾ എൻ്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടൊക്കെ തന്നെയാണ് എടുക്കുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അധികം ഒരു പ്രൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇവിടെ സാധാരണക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതൊരു 180, 200 രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു പൗച്ചാണ്. ഈ പൗച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നിർബന്ധിച്ച് കൊടുത്തപ്പോൾ അവൾ എടുത്തതാണ്. പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിൽ പോയി. ഇവിടെ നിന്ന് എനിക്കൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഉണ്ണിക്കുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ടൈപ്പൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് ഏതാ എടുത്തത്, ഇതിൽ ഇപ്പോൾ ഉണ്ണി കയ്യിൽ എടുത്തിട്ടുള്ള സംഭവം നമ്മൾ എടുത്തിട്ടില്ല, ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ ഇനി അടുത്തത് വാങ്ങിക്കുന്നത് നോട്ട് ബുക്കാണ് കേട്ടോ. നോട്ട് ബുക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് പോയി. നമുക്ക് നമ്മുടെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് തന്നെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോയി. പിന്നെ ലഞ്ച് കിറ്റ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ലഞ്ച് കിറ്റിൽ ഇതൊക്കെ കുറച്ച് ഐറ്റംസ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ബാഗുകൾ നോക്കി, ബാഗുകൾ ഇഷ്ടപ്പെട്ടില്ല. ലഞ്ച് കിറ്റ് നോക്കി, ലഞ്ച് കിറ്റ് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഓരോന്നും നമ്മൾ ഓരോ ഷോപ്പിൽ നിന്നായിട്ട് വാങ്ങിച്ചു എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ലഞ്ച് കിറ്റ് കുറേ നോക്കി, അതിലൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൗച്ചും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് ഓരോന്ന് എടുത്ത് കൊടുക്കണതാട്ടോ. അതെടുത്തോ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ നോക്കണമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് അത് വീട്ടിലുണ്ട്, പിന്നെ കഴിഞ്ഞ വർഷത്തേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല, വേണമെങ്കിൽ അവൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ അവൾ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ. പിന്നെ നോട്ട്ബുക്ക് നമ്മൾ പേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ക്ലാസ്മേറ്റിൻ്റെ തന്നെയാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ നോട്ട്ബുക്ക് ഒരു 20 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ക്യൂട്ടായിട്ടുള്ള ഒരു ഇറേസർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വാങ്ങിച്ചു പറഞ്ഞപ്പോൾ ഉണ്ണി വേണ്ട പറഞ്ഞു. എന്നിട്ട് ഈ ഒരു നടരാജിൻ്റെ ആണോ ഇത്, അല്ല വേറെ ഏതോ ഇറേസർ വാങ്ങിച്ചു. നോർമലായിട്ടുള്ളത്, ക്യൂട്ടായിട്ടുള്ള ടൈപ്പൊന്നല്ല വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാർപ്പ്നറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മോഡലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ സാധാ നടരാജൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നിൽക്കും. പിന്നെ ഇതൊക്കെ കുറേ ഭംഗിക്ക് വേണ്ടിയുള്ള കുറേ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവൾക്ക് നോർമലായിട്ടുള്ള ഷാർപ്പ്നർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അങ്ങനത്തെ ടൈപ്പ് ഒരുപാട് ഇറേസറും അതുപോലെ ഷാർപ്പ്നറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ 10th പഠിക്കുന്ന കാലത്ത് ആ ഒരു ക്യാമലിൻ്റെ ആ യെല്ലോ കളർ ബോക്സ് ഇല്ലേ, അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ അതന്നെ ഉണ്ണിക്ക് എടുത്തു കൊടുത്തു. അവൾ എടുത്തത് ഇതാണ് കേട്ടോ. ഇതിന് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത് ആ ഒരു ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിന് 50 രൂപയാണ് കേട്ടോ റേറ്റ് ഉണ്ടാകുന്നത്. എനിക്ക് ഇപ്പോഴും ആ ബോക്സിൻ്റെ റേറ്റ് വരെ ഓർമ്മയുണ്ട്. ഇപ്പം അതിന് എത്രയെന്ന് എനിക്കറിയില്ല. ഇപ്പം 150 തോന്നുന്നു. നമ്മൾ പക്ഷേ എടുത്തത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അതാണ് കേട്ടോ നമ്മൾ എടുത്തത്. അതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അതിൽ.
അതാണ് നമ്മൾ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വലിയ സ്കെയിലും ചെറിയ സ്കെയിലും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ നമ്മൾ അപ്സരയുടെ പെൻസിലാണ് എടുത്തത്. അപ്സരയുടെ ഏതോ പുതിയ മോഡൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് കുറേ നേരം അവൾ നോക്കി. അപ്സരയുടെ പെൻസിൽ കിട്ടി. എനിക്കറിയില്ലായിരുന്നു ഏതാണ് ഉണ്ണി ഇങ്ങനെ നോക്കണേ എന്നുള്ളത്. അവസാനം ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു പുതിയത് വന്നിട്ടുണ്ട്, പക്ഷെ അത് എവിടെ വെച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കുറേ നേരം നോക്കിയിട്ട് അവസാനം കണ്ടുപിടിച്ചു കേട്ടോ അപ്സരയുടെ പെൻസിൽ. അതാണ് അവൾ എടുത്തത്. ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഉണ്ണി അതാണ് നോക്കിയത്. അവസാനം അതെടുത്തു. പിന്നെ അതുപോലെ ബുക്ക് കവർ ചെയ്യാനായിട്ട്, ടെക്സ്റ്റ് കവർ ചെയ്യാനായിട്ടും നോട്ട് കവർ ചെയ്യാനായിട്ടും ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചത് എന്താണ്, പിന്നെ പേന കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചത് ബാഗ് നമ്മളിപ്പോഴും വാങ്ങിച്ചിട്ടില്ല, ബാഗും വാങ്ങിച്ചിട്ടില്ല, ലഞ്ച് കിറ്റും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ നോട്ട്ബുക്ക്, പേന, പിന്നെ പെൻസില്, ഇറേസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതുവരെ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാഗ് വാങ്ങിക്കാനായിട്ട് ഇനി നമ്മൾ സെഞ്ച്വറി ബാഗ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ ബാഗിൻ്റെ മാത്രമുള്ള ഷോപ്പുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളുടെ എല്ലാം ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ബാർബിയുടെയും ഡോറയുടെയും അങ്ങനത്തെ കേട്ടോ. ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഓരോന്നൊക്കെയാണ് കേട്ടോ വാങ്ങിക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി ഇടാൻ വേണ്ടിയിട്ടുള്ള കമ്മൽ കാര്യങ്ങളൊക്കെ സ്റ്റഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 10 രൂപയുടെ കമ്മലുകളാണ് കേട്ടോ. നല്ല മോഡലുകൾ ഉണ്ടായിരുന്നു, നല്ല സ്റ്റാർ ടൈപ്പും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇതിലെ കപ്പൊക്കെ ചിലതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ബില്ല് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി ബാഗ് വാങ്ങിക്കാനാണ് പോകുന്നത്. ഇറങ്ങിയ സമയം ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണി 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 4:30-5 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാഗും കൂടി വാങ്ങിക്കാനുണ്ട്. മൊത്തത്തിലുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് അധിക ദിവസങ്ങളൊന്നുമില്ല, ഒരു 10 ദിവസം കൂടി, 10-9 ദിവസമൊക്കെ ഇനിയുള്ളൂ. ഇനി യൂണിഫോം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇപ്പോഴും യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം. കാരണം നമ്മൾ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഉണ്ണിക്ക് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് ഉണ്ണി വലിയ കുട്ടിയായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം അവൾ ഭയങ്കര ചെറുതായിരുന്നു, പക്ഷേ ഇപ്പോൾ വലിയ കുട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ അവൾക്ക് ഡ്രസ്സുകളൊന്നും അങ്ങനെ സൈസൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് യൂണിഫോം എടുത്തത്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകണം. സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാഗ് വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ സെഞ്ച്വറി ബാഗ്സിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബാഗ് എടുത്തത്. അവിടെ സെഞ്ച്വറിയുടെ അവരുടെ തന്നെ ബാഗും ഉണ്ട്, അതല്ലാതെ തന്നെ വേറെ ബ്രാൻഡുകളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് എപ്പോഴും ബാഗ് വാങ്ങിക്കാറുള്ളത്. പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഉണ്ണിക്ക് അവിടെ നിന്ന് തന്നെയാണ് ബാഗ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു വർഷം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ബാഗ്. ഇപ്രാവശ്യം നമ്മൾ സ്കൂബിയുടെ ഒന്ന് വിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജീനിയുടെ ബാഗാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് സഫാരിയുടെ ആണെന്നാണ് അവർ പറഞ്ഞത്. നല്ല ബ്രാൻഡാണ്. 2000 ആ ഒരു റേറ്റൊക്കെയാണ് ഇതിന് വരുന്നത്. 2000-2500 വരുന്നുണ്ട്. പക്ഷെ ഓഫർ പ്രൈസിൽ നമുക്ക് 1700 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ ജീനിയുടെ ബാഗ് തന്നെയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. കഴിഞ്ഞ വർഷം ഇതൊന്നല്ല വാങ്ങിച്ചത്. ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നല്ല പ്രിൻറ്റുകളുള്ള നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്ക് ഇഷ്ടമായത് പർപ്പിൾ കളറാണ് അവൾക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഏത് ബാഗ് എടുക്കുകയാണെങ്കിലും പർപ്പിളിൽ മാത്രം പോയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ 2 ബാഗ് അവൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഏത് ബാഗാണ് ഭംഗി തോന്നി എന്നുള്ളതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 2 ബാഗാണ് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം അവൾ എടുത്ത ബാഗിൽ വളരെ ചെറുതായിരുന്നു അത്. ഇപ്പോൾ നമ്മളിനിപ്പോൾ 8ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ബുക്കും കാര്യങ്ങളും ഒന്നും വെക്കാനായിട്ട് അത്രയും സ്പേസ് കുറവാണെന്ന് എനിക്ക് തോന്നി. കാരണം അതൊരു 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒരു ബാഗാണ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മുന്നേ ഇട്ട് നോക്കി. ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്കതിൻ്റെ കളറും ഇഷ്ടമായി.
ഇതാണ് ഉണ്ണി എടുത്ത ബാഗ് കേട്ടോ. പക്ഷേ ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ ബാഗായിരുന്നു. ഉണ്ണിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും അധികം ഇഷ്ടമായത്. പിന്നെ അത് ഈ ഒരു കുട നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടില്ല. പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ച് അവിടെ നിന്ന് ഇനി ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രാത്രിയാണ്. കൂടുതലും എനിക്കൊരു സ്വഭാവമുണ്ട്, എപ്പോഴും രാത്രി ഒരു 4 മണിക്ക് ശേഷമാണ് എവിടേക്ക് പോവുകയാണെങ്കിലും എൻ്റെ ഒരുക്കം കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ബേക്കറിയിൽ ഞങ്ങൾക്ക് വെറുതെ കേക്ക് ഒന്ന് കഴിക്കാൻ തോന്നി. ഇത് റെഡ് വെൽവെറ്റ് കഴിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയതാണ്. പ്രത്യേകിച്ച് അവർ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർ എന്തെങ്കിലും എപ്പോഴും നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക എന്തെങ്കിലും എഴുതണോ എന്നല്ലേ ചോദിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എഴുതാനൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ തോന്നി നമ്മൾ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. നമുക്ക് എന്ത് കഴിക്കാൻ തോന്നിയാലും ആ സമയത്ത് നമ്മൾ വാങ്ങിക്കുക, അല്ലാതെ അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇത് ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.